ഹോട്ടൽ ഭക്ഷണത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നവരുണ്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും ഹോട്ടലിൽ പോയി കഴിച്ചാലേ താല്പര്യമുള്ളൂ. അതാണ് നല്ലതെന്നാണ് പറയുന്നത്. ടേസ്റ്റിയാണ്. അജീനമോട്ടോ ഒക്കെ കൂട്ടി കരളും ചങ്കും ഒക്കെ പോകാൻ പാകത്തിനുള്ള മരുന്ന് ഭക്ഷണമായിരിക്കും അവരുണ്ടാക്കണേന്ന് മാത്രമേ ഉള്ളൂ. അത് വറുത്തതും പൊരിച്ചതും ഒക്കെ കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവസാനം നമുക്ക് ചിലപ്പോൾ കരൾ രോഗം പിടിക്കും, അല്ലെങ്കിൽ ഇത് പിടിക്കും. എപ്പോഴും നല്ലത് ഹോട്ടലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുക. അതൊരു ഹാബിറ്റാക്കി മാറ്റാതിരിക്കുന്നത് നല്ലതാണ്. നിവൃത്തിയുള്ളിടത്തോളം വീട്ടിൽ നമുക്ക് രുചിച്ചിരി കുറവാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിൽ കൂടുതലുള്ള എണ്ണയോ കൊഴുപ്പുകളോ അല്ലെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ രണ്ടാമത് ഉപയോഗിക്കുന്ന വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ചീത്ത സാധനങ്ങൾ പലതും ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിലെ ഭക്ഷണം അത്യാവശ്യം വന്നാൽ കഴിക്കുക. ഒരു സ്ഥിരം പരിപാടിയായിട്ട് വെക്കരുത്. നിവൃത്തിയുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ ശരീരത്തിന് യോജിച്ചതാണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഹോട്ടലിൽ ഭക്ഷണത്തിന് രുചികരമാക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡും രീതികളും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ആരോഗ്യത്തിന് ഹാനികരമാണ് പലപ്പോഴും. കർത്താവേ, ഹോട്ടൽ ഭക്ഷണത്തിനോടുള്ള അമിത താല്പര്യം കാണിക്കുന്നവരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപാവരം നൽകണമേ. സമാധാനവും ശാന്തിയും ഇവർക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.